ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്രസ്സിംഗ് മോഡ്സ്. വളരെ സേഫായിട്ട് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. വളരെ സിമ്പിളാണ് പഠിക്കാനായിട്ട്. അപ്പോൾ അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ എഴുതുന്ന സമയത്ത് അതിൽ നമ്മൾ ഓപ്പറാൻഡ്സ് യൂസ് ചെയ്യുമല്ലോ, നമ്മളതിനകത്ത് യൂസ് ചെയ്യുന്ന വാല്യൂസ് അല്ലേ. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ വാല്യൂസിനെ നമുക്ക് ഏതൊക്കെ വേസിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാം എന്നാണ് എന്ത് പറയുന്നത്, അഡ്രസ്സിംഗ് മോഡ്സ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എനിക്കൊരു അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ഓക്കെ, സോ 10ഉം 20 തമ്മിലാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോർമലി പറയുമ്പോൾ എന്ത് പറയും, ആഡ് 10,20 എന്ന് പറയും. ഓക്കെ, സോ ഇനി നമ്മളിപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ രണ്ട് രജിസ്റ്ററിനകത്ത് ഈ വാല്യൂസ് എടുത്ത് വയ്ക്കും. R1 R2 എന്നുള്ള രണ്ട് രജിസ്റ്ററിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ 10ഉം 20ഉം പ്ലേസ് ചെയ്യും. സോ R1 10 എന്നുള്ളൊരു കണ്ടൻറ് ഉണ്ട്, R2 20 എന്നുള്ള കണ്ടൻറ് ഉണ്ട്. സോ നൗ ഈ ഒരു ഓപ്പറേഷൻ ഇവിടെ വർക്ക് ആവുമല്ലോ. അതായത് ആഡ് ചെയ്യാൻ പറയുമ്പോഴേക്കും R1 കണ്ടൻറ്റ് ദാറ്റ് ഇസ് 10, R2 കണ്ടൻറ്റ് ദാറ്റ് ഇസ് 20, ദാറ്റ് വിൽ ബി ആഡഡ് ടുഗദർ. ഓക്കെ, എന്നിട്ട് നമുക്കറിയാം റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഏത് ലൊക്കേഷനാണോ അതായിരിക്കും നമ്മുടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ആരാണ്, R2 ആണ്. സോ ദ റിസൾട്ട് ഓർ ദ സം വാല്യൂ വിൽ ബി സ്റ്റോർഡ് ഇൻ R2. ഓക്കെ, സോ ഇതൊരു ഡിഫറെൻറ്റ് വേ ആണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഈ രജിസ്റ്ററിൻ്റെ അഡ്രസ്സ് നമ്മുടെ ഇൻസ്ട്രക്ഷനകത്ത് പറഞ്ഞു കൊടുക്കാം. ഈ അഡ്രസ്സ് 200 എന്നുള്ള ലൊക്കേഷനകത്താണ് നമ്മുടെ രജിസ്റ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻസ്ട്രക്ഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തായിരിക്കും, ഈ അഡ്രസ് വാല്യൂ ആയിരിക്കും. അപ്പോൾ അഡ്രസ് വാല്യൂ ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പാരാന്തസിസിനകത്ത് കൊടുക്കും. നോക്കിക്കേ, ഈ 200 എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂമറിക്കൽ ഓപ്പറാൻഡ് ആവാം, അതൊരു ന്യൂമറിക്കൽ ഓപ്പറാൻഡ് അല്ല, ദാറ്റ് ഇസ് എൻ അഡ്രസ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, പാരാന്തസിസ് കൊടുത്ത് ചെയ്തു. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു, R2 എന്ന് പറഞ്ഞു. ഇപ്പോഴും എന്താ സംഭവിക്കുക, നമ്മുടെ രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് കൂട്ടത്തിൽ വി ആർ ആക്സസിങ് വാട്ട് എ മെമ്മറി ലൊക്കേഷൻ. ഓക്കെ, സോ ഇങ്ങനെ പല പല വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇൻസ്ട്രക്ഷനുള്ളിൽ ആ ഇൻസ്ട്രക്ഷനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്ന ഓപ്പറാൻഡ്സിനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആ ഡിഫറെൻറ്റ് വേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയാം. ഓക്കെ, സോ അഡ്രസ്സിംഗ് മോഡ്സ് ആർ ദ ഡിഫറെൻറ്റ് വേസ് ബൈ വിച്ച് ദ അഡ്രസ് ഓഫ് ആൻ ഓപ്പറാൻഡ് ക്യാൻ ബി സ്പെസിഫൈഡ് ഇൻ ആൻ ഇൻസ്ട്രക്ഷൻ. സോ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് ആ ഓപ്പറാൻഡ്സിനെ നമുക്ക് ഏതൊക്കെ വേസിൽ സ്പെസിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് അഡ്രസ്സിംഗ് മോഡ്സ് പറഞ്ഞു തരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വണ്ണിലോട്ട് പോകാം. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, രജിസ്റ്റർ മോഡാണ്. സോ രജിസ്റ്റർ മോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ഇൻസ്ട്രക്ഷനകത്ത് ആരെ പറ്റി മാത്രമേ നമ്മൾ സ്പെസിഫൈ ചെയ്യുള്ളൂ, ഇറ്റ്സ് ഓൾ അബൌട്ട് രജിസ്റ്റേഴ്സ്. ഓക്കെ, ഇവിടെ നമ്മൾ ഡേറ്റ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന എവിടെയായിരിക്കും, രജിസ്റ്ററിനുള്ളിലായിരിക്കും. ആൻഡ് ദാറ്റ് രജിസ്റ്റർ നെയിംസ് ഓർ ദ രജിസ്റ്റേഴ്സ് വിൽ ബി സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സോ ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻ എന്താണ്, അഡീഷൻ ആണ് ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻ. ആൻഡ് വി ആർ സ്പെസിഫൈങ് ഓൺലി ദ രജിസ്റ്റേഴ്സ് ദാറ്റ് ഈസ് R1 R2 ആൻഡ് R3 നെയിംസ്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ മീനിങ് എന്താ, ആഡ് ചെയ്യണം. ആരൊക്കെ തമ്മിൽ ആഡ് ചെയ്യേണ്ടത്, R1ഉം R2ഉം തമ്മിൽ ആഡ് ചെയ്യും. പിന്നെ നമ്മൾ ആൻസർ വിൽ ബി സ്റ്റോർഡ് ഇൻ ദ രജിസ്റ്റർ R3. ഓക്കെ, സോ അതാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ മീനിങ് എന്ന് പറയുന്നത്. എപ്പോഴും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ എന്താണോ അവിടേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ റിസൾട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ മോഡാണ് ഡയറക്റ്റ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് മോഡ്. ഡയറക്റ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ഓപ്പറാൻഡിൻ്റെ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഇൻസ്ട്രക്ഷനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, മൂവ് ലൊക്കേഷൻ R1. വാട്ട് ഈസ് ദാറ്റ് മീൻ, ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ മെമ്മറി അഡ്രസ് അല്ലേ. ഈ മെമ്മറി ലൊക്കേഷൻ്റെ കണ്ടൻറ്റ് നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യണം, R1 എന്നുള്ള രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യണം. സോ ദിസ് കണ്ടൻറ്റ് ഇൻ ലൊക്കേഷൻ വിൽ ബി കോപ്പീഡ് ടു ദിസ് രജിസ്റ്റർ R1. അതാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ മീനിങ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ രജിസ്റ്റർ മോഡ് നോക്കി. നെക്സ്റ്റ് വൺ ഇസ് അബ്സല്യൂട്ട് ഓർ ഡയറക്റ്റ് മോഡ്, വെയർ ഇൻ വിച്ച് ദ ഓപ്പറാൻഡ് ഈസ് എ മെമ്മറി ലൊക്കേഷൻ. ദ ഓപ്പറാൻഡിനകത്ത് ഒരെണ്ണം അല്ലെങ്കിൽ രണ്ട് ഓപ്പറാൻഡ്സും എന്തായിരിക്കും, മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. ഓക്കെ, ദെൻ തേർഡ് വൺ ഇസ് ഇമ്മീഡിയറ്റ് മോഡ്. ഇമ്മീഡിയറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ കൂടുതൽ എന്താ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്, വി വിൽ ഡയറക്ട്ലി അല്ല എക്സ്പ്ലിസിറ്റ്ലി സ്പെസിഫൈ ദ വാല്യൂ വിച്ച് ഈസ് ടു ബി ഓപ്പറേറ്റഡ്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, ആഡ് എന്താണ് 200, R1, R2. വാട്ട് ഇസ് ദാറ്റ് മീൻ, ഇവിടെ നമുക്ക് 200 എന്നുള്ള വാല്യൂവിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഹാഷ് സിമ്പൽ കൊടുത്തു. വാട്ട് ഈസ് ദാറ്റ് യൂസ് ഓഫ് ദാറ്റ് സിമ്പൽ ഓഫ് ദ, ഇവിടെ നമ്മൾ ആ ഹാഷ് സിമ്പൽ യൂസ് ചെയ്യുന്നതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹാഷിനെ പ്രൊസീഡ് ചെയ്ത് വരുന്നത് ഒരു ആക്ച്വൽ ഡേറ്റ ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് എയ്തർ എ മെമ്മറി ലൊക്കേഷൻ ഓർ എ രജിസ്റ്റർ ഓർ സം റെഫറൻസസ് ആൻഡ് ഓൾ. ഇതെന്തായിരിക്കും, ഉറപ്പായിട്ടും ദാറ്റ് മസ്റ്റ് ബി എ ഡേറ്റ വാല്യൂ വിച്ച് ഈസ് ടു ബി ഓപ്പറേറ്റഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഡേറ്റ വാല്യൂസിനെ സ്പെസിഫൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സിസ്റ്റത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വി ഷുഡ് യൂസ് വാട്ട് ദ ഹാഷ് സിമ്പൽ ബിഫോർ ദ ഓപ്പറാൻഡ്. ഓക്കെ, ദ ഓപ്പറാൻഡ് ഈസ് ഗിവൺ എക്സ്പ്ലിസിറ്റ്ലി ഇൻ ദ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഒരിക്കലും ഡയറക്റ്റുമായിട്ട് ഇമ്മീഡിയറ്റ് കൺഫ്യൂസ്ഡ് ആവരുത്. ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ്, ഇമ്മീഡിയറ്റ് മോഡിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കറക്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഓപ്പറാൻഡ് വാല്യൂ നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് കറസ്പോണ്ടിങ് അഡ്രസ്സിംഗ് മോഡ് ഈസ് കോൾഡ് ആസ് ഇമ്മീഡിയറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ മീനിങ് പറഞ്ഞേ, ആഡ്
200, R1, R2. What does that mean? നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? 200 എന്നുള്ളൊരു വാല്യൂ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വാല്യൂ ഷുഡ് ബി ആഡഡ് വിത്ത് ദ കണ്ടന്റ് ഇൻ രജിസ്റ്റർ R1. സോ R1 ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ മോഡിൽ ചെയ്ത പോലെ തന്നെ ലൊക്കേഷൻ R1 എന്നുള്ള രജിസ്റ്ററിലേക്ക് പോവുക, അവിടെ പോയിട്ട് അതിൻ്റെ കണ്ടന്റിനെ ആക്സസ് ചെയ്യുക, ദെൻ പെർഫോം ദിസ് അഡീഷൻ ഓപ്പറേഷൻ ആൻഡ് ഫൈനലി സ്റ്റോർ ദ റിസൾട്ട്. എങ്ങോട്ടാണ്? R2ലേക്ക്. R2 ഈസ് ദ ഡെസ്റ്റിനേഷൻ വെയർ ഇൻ വിച്ച് വി ആർ storing the final result of the instruction. Okay, so addition ആണ് ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻ. ആ അഡീഷൻ ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്തിട്ട് റിസൾട്ടിനെ വിൽ ബി നമ്മൾ എവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? R2ൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ നോക്കിക്കേ, നമ്മൾ ഈ ഒരു മോഡിനെ പറ്റി സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് ഹാർഡ് സൈൻ മസ്റ്റാണ്, ബിക്കോസ് വി ആർ ഡയറക്ട്ലി സ്പെസിഫൈങ് ദ ഓപ്പറാൻഡ് വാല്യൂ. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ നെക്സ്റ്റ് മെത്തേഡാണ് ഇൻഡയറക്റ്റ് മോഡ്. ഓക്കെ, സോ ഇൻഡയറക്റ്റ് മോഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു അഡ്രസ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ എഫക്റ്റീവ് അഡ്രസ്. എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദ ഓപ്പറാൻഡ് ആയിരിക്കും നമ്മുടെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ദ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദ ഓപ്പറാൻഡ് ഈസ് ദ കണ്ടന്റ് ഓഫ് എ രജിസ്റ്റർ ഓർ മെമ്മറി ലൊക്കേഷൻ ഹൂസ് അഡ്രസ് അപ്പിയേഴ്സ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, ഇൻഡയറക്റ്റ് മോഡിൽ ആഡ് R1, R2. സോ R1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഡയറക്റ്റ്ലി R1ൽ സാധാരണ നമ്മൾ കണ്ട ഇൻസ്ട്രക്ഷനിൽ R1 എന്നുള്ള ഒരു രജിസ്റ്ററിൽ നമ്മൾ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ആൻ അഡ്രസ്. ഓക്കെ, അതൊരിക്കലും എന്തായിരിക്കത്തില്ല? ഒരു ഡയറക്റ്റ് ഓപ്പറാൻഡ് വാല്യൂ ആയിരിക്കത്തില്ല. ഓക്കെ, സോ അതാണ് ഇൻഡയറക്റ്റ് മോഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ ഡയറക്റ്റ് മെത്തേഡ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റിനെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ആൻ അഡ്രസ്. ആ ഒരു അഡ്രസ്സ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴേ കിട്ടുന്ന അഡ്രസ്സ് 2000 ആണെന്ന് വിചാരിക്കുക. ദെൻ വി വിൽ മൂവ് ഓൺ ടു ദ ലൊക്കേഷൻ 2000. ഓക്കെ, ആ 2000 ലൊക്കേഷനിൽ പോകുമ്പോഴേക്കും വി വിൽ ഗെറ്റ് ദ ഓപ്പറാൻഡ്. ഓക്കെ, സോ we denote indirection by placing a name of the register given in the instruction within parenthesis. Okay, so ഈ ഒരു പാരാന്തസിസിൽ ഒരു നമ്മുടെ രജിസ്റ്ററിൻ്റെ പേര് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇറ്റ്സ് നോട്ട് എ ഡയറക്റ്റ് വാല്യൂ വിച്ച് ഹോൾഡ്സ് ദ ഓപ്പറാൻഡ്. അവിടെ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? ഇറ്റ് വിൽ ഹോൾഡ് ആൻ അഡ്രസ്. ഓക്കെ, ആ അഡ്രസ് ലൊക്കേഷനിലോട്ട് നമ്മൾ മൂവ് ചെയ്യുവാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ ഓപ്പറാൻഡ് വിച്ച് ഈസ് ടു ബി യൂസ്ഡ് ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഹിയർ അപ്പോൾ നോക്കിക്കേ, രജിസ്റ്റർ 1 കണ്ടെയ്ൻസ് അനദർ അഡ്രസ് കോൾഡ് ബി. സോ R1ലെ കണ്ടന്റ് എന്താണ്? 2000. ദാറ്റ് ഈസ് ബി. ഓക്കെ, വെയർ ഇൻ വിച്ച് ദ ഓപ്പറാൻഡ് ഈസ് സ്റ്റോർഡ്. അപ്പോൾ ഇതിനുള്ളിലായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഓപ്പറാൻഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ടു എക്സിക്യൂട്ട് ദ ആഡ് ഇൻസ്ട്രക്ഷൻ the processor uses the value b which is in register R1 as the effective address of the operand. Okay, so നമ്മളതിനെ യൂസ് ചെയ്യുന്നത് ഏത് പേര് വെച്ചിട്ടാണ്? എഫക്റ്റീവ് അഡ്രസ് എന്നുള്ള പേര് വെച്ചിട്ടാണ്. ദ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദ ഓപ്പറാൻഡ് ഈസ് ദ കണ്ടന്റ് ഓഫ് എ രജിസ്റ്റർ ഓർ മെമ്മറി ലൊക്കേഷൻ ഹൂസ് അഡ്രസ് അപ്പിയേഴ്സ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഈ ഒരു ഇൻഡയറക്റ്റ് മോഡ് എന്താണെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഇൻഡയറക്റ്റ് മോഡിൽ നമുക്ക് ഒന്നെങ്കിൽ ഒരു മെമ്മറി ഒരു ലൊക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ റെഫറൻസ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ അതിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന കണ്ടന്റ് എന്തുമായിരിക്കും? ദാറ്റ് വിൽ എഗെയിൻ ബി ആൻ അഡ്രസ്. ഓക്കെ, അതെന്തായിരിക്കും? ഒരു അഡ്രസ്സ് ആയിരിക്കും. ആ അഡ്രസ്സിനകത്തായിരിക്കും എന്നുണ്ടായിരിക്കുക നമ്മളുടെ ഓപ്പറാൻഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓപ്പറാൻഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, സോ എഫക്റ്റീവ് അഡ്രസ് എന്നാണ് അതിന് പറയുക. ദ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ഓപ്പറാൻഡ് ഈസ് ദ കണ്ടന്റ് ഓഫ് എ രജിസ്റ്റർ ഒരു മെമ്മറി ലൊക്കേഷൻ ഹൂസ് അഡ്രസ് അപ്പിയേഴ്സ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. സോ 2000 ഈസ് ദ എഫക്റ്റീവ് അഡ്രസ്. ഓക്കെ, സോ അവിടെയാണ് നമ്മൾ ആരെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? നമ്മളുടെ വാല്യൂ ആയിട്ടുള്ള 10നെ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മളുടെ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? R1ലെ കണ്ടന്റ് ബി ആണ്. ആ ബി ആണ് ഇവിടുത്തെ 2000 ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത്. സോ ഒരു മെമ്മറി ലൊക്കേഷൻ പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ പറഞ്ഞാലും അതിനെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേക്കും നമുക്ക് എഫക്റ്റീവ് അഡ്രസ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അതാണ് ഏതെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് മോഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഇവിടെ നമ്മൾ ആഡ് R1, R0 പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും സോ R1 എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായിരിക്കും? R1ലെ കണ്ടന്റ് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറാൻഡ് ആയിരിക്കത്തില്ല. സോ R1ൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ എഫക്റ്റീവ് അഡ്രസ് ബി. ഓക്കെ, സോ ഈ എഫക്റ്റീവ് അഡ്രസ്സിൽ നമ്മൾ പോവുകയാണെങ്കിൽ, ഇതാണ് ബി ആണ് ഈ ലൊക്കേഷൻ, അവിടെ പോവുകയാണെങ്കിൽ വി വിൽ ഡയറക്റ്റ്ലി ഗെറ്റ് ദ ഓപ്പറാൻഡ്. ഓക്കെ, അതാണ് ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഇൻഡയറക്റ്റ് മോഡ്. ഓക്കെ, ഇൻഡയറക്റ്റ് മോഡ്. ദ നെക്സ്റ്റ് വൺ ഇസ് ഇൻഡെക്സ് മോഡ്. ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള ഒരു വാല്യൂവിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ചും കൂടെ ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എക്സാക്റ്റ് വാല്യൂയിലേക്ക് നമ്മൾ എത്തുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ എന്താ സെയിം എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു ബേസ് വാല്യൂ കാണും, അതിന് കൂട്ടത്തിലൊരു സ്പെസിഫിക് വാല്യൂ കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും വി വിൽ ഗെറ്റ് ദ ഫൈനൽ വാല്യൂ. ഓക്കെ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓഫ്സെറ്റ് എന്ന് വിളിക്കും. ഓക്കെ, സോ ഇനി ഇൻഡെക്സ് മോഡിൽ ദ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദ ഓപ്പറാൻഡ് ഈസ് ജനറേറ്റഡ് ബൈ ആഡിങ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ ടു ദ കണ്ടന്റ് ഓഫ് എ രജിസ്റ്റർ. സോ അപ്പോൾ ശരിക്കും നമ്മൾ ഈ രജിസ്റ്ററിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടത്തില്ല? ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻ വിസിബിൾ ആണോ? സോ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ആഡ് 1000 ഓഫ് R1, R2. ഓക്കെ, സോ ഇവിടെ ഈ R1 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമുക്കൊരു അഡ്രസ് വാല്യൂ ആയിരിക്കും.
കാര്യം R1 നമ്മൾ പാരാന്തസൈസ് ചെയ്തിട്ടുണ്ട്. സോ ആ അഡ്രസ് വാല്യൂയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ 1000 കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, എഫക്റ്റീവ് അഡ്രസ്. എഫക്റ്റീവ് അഡ്രസ്സിനകത്തായിരിക്കും എന്തുണ്ടായിരിക്കുക, നമ്മുടെ ഓപ്പറാൻഡ് പ്ലേസ്ഡ് ആയിട്ടുണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? Okay, so the effective address of the operand is generated by adding a constant value to the content of a register. അത് നമ്മുടെ ഇൻസ്ട്രക്ഷനകത്ത് തന്നിട്ടുണ്ടാവും. ഓക്കെ, രജിസ്റ്റർ യൂസ്ഡ് ഇൻ ദിസ് മോഡ് ഈസ് റെഫേർഡ് ടു ആസ് ഇൻഡെക്സ് രജിസ്റ്റർ. ഈ ഒരു മോഡിൽ യൂസ് ചെയ്യുന്ന രജിസ്റ്ററിന് വിളിക്കുന്ന പേരെന്താണ്, ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് വിളിക്കും. ഓക്കെ, സോ അപ്പോൾ കോമൺ ആയിട്ട് നമ്മളിപ്പോൾ 1000 R1 എന്ന് എഴുതാം, നമുക്ക് 20 R1 എന്ന് എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. സോ ഈ R1ലെ വാല്യൂ എന്താണോ അതിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വാല്യൂ കൂടെ ആഡ് ചെയ്യണം. സോ ഇപ്പോൾ R1 നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ R1 എന്നുള്ള രജിസ്റ്ററിലെ കണ്ടന്റ് എന്താണ്, 20 ആണ്. സോ 20 ആണോ നമ്മുടെ ഓപ്പറാൻഡ്? ദിസ് ഇസ് നോട്ട് ഓപ്പറാൻഡ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എഫക്റ്റീവ് അഡ്രസ്സ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള അഡീഷണൽ വാല്യൂ ആണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ആക്ച്വലി ചെയ്യേണ്ടത്, 1000ൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ R1ലെ കണ്ടന്റ് ആയിട്ടുള്ള 20 കൂടെ ആഡ് ചെയ്യണം. ദെൻ വി വിൽ മൂവ് ഓൺ ടു ദ ലൊക്കേഷൻ 1020 1020. ആ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ വി വിൽ ഗെറ്റ് ദ ഓപ്പറാൻഡ്, നമുക്ക് ഇൻസ്ട്രക്ഷനകത്ത് വർക്ക് ചെയ്യേണ്ട ഓപ്പറാൻഡിനെ കിട്ടുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് ഏതെന്ന് പറയുന്നത്, ഇൻഡെക്സ് മോഡ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്മൾ 1000 R1 എന്ന് എഴുതി, 20 R1 എന്നൊക്കെ എഴുതി. അപ്പോൾ ഇതിനെ ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ന്യൂമറിക്കൽ വാല്യൂ കാണും, അതിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. പിന്നെ നമ്മളുടെ രജിസ്റ്റർ അത് എന്തോ ആകാം, R1 R2 R3 എക്സെട്ര അപ് ടു നമുക്ക് N-1 രജിസ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ പ്രോസസ്സറിൽ. അപ്പോൾ അതിനെ ഞാൻ ഒരു റാൻഡം എന്നുള്ള രീതിയിൽ ഐ എം കോളിംഗ് ഇറ്റ് ആസ് RI. കുഴപ്പമില്ലല്ലോ. സോ XRI ആയിരിക്കും നമ്മളിവിടെ സിംബോളിക്കലി നൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, വി ഇൻഡിക്കേറ്റ് ദ ഇൻഡെക്സ് മോഡ് സിംബോളിക്കലി ആസ് XRI, വെർ X denotes the കോൺസ്റ്റൻറ്റ് സൈൻഡ് ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. സോ ദാറ്റ് മസ്റ്റ് ബി ആഡഡ് വിത്ത് R1. നമ്മൾ അതിനെ എന്ത് ചെയ്യണം, നമ്മുടെ R1 RI ആഡ് ചെയ്യണം. ദെൻ വി വിൽ ഗെറ്റ് ദ എഫക്റ്റീവ് അഡ്രസ്. ഈ എഫക്റ്റീവ് അഡ്രസ്സിനകത്തായിരിക്കും എന്തുണ്ടായിരിക്കുക, നമ്മുടെ ഓപ്പറാൻഡ് ഉണ്ടായിരിക്കുക. ആ എഫക്റ്റീവ് അഡ്രസ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള വാല്യൂവിനെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി നമ്മൾ നോക്കിക്കേ, നമ്മളൊരു രജിസ്റ്റർ എടുത്തെന്ന് പറഞ്ഞു, ആ രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് ഒരിക്കലും എന്താവില്ല, ചേഞ്ച് ആവില്ല. ആ രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് അങ്ങനെ തന്നെ ഇരിക്കും, പക്ഷേ എഫക്റ്റീവ് അഡ്രസ്സിലേക്ക് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ R1ൻ്റെ കണ്ടൻറ്റിനകത്ത് ഒരു ചേഞ്ചസും വരുത്തുന്നില്ല, നമ്മൾ ഈ ഒരു ലൊക്കേഷനിലോട്ട് നമ്മൾ മൂവ് ചെയ്യുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബേസ് വാല്യൂവിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 20 കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും ഇതിനെ വിളിക്കുന്ന പേരെന്താണ്, ഓഫ്സെറ്റ് എന്ന് വിളിക്കും. ഓക്കെ, സോ അപ്പം ഏത് മെത്തേഡാണിത്, ഇൻഡെക്സ് മെത്തേഡ്. ഓക്കെ, ദ ഇൻഡെക്സ് രജിസ്റ്റർ R1 contains the address of memory location and the value X defines the offset from this address to the location where the operand is found. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടുത്തെ ഇൻഡെക്സ് രജിസ്റ്റർ ആരാണ്, R1 ആണ്. ഈ ഇൻസ്ട്രക്ഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഇൻഡെക്സ് രജിസ്റ്റർ എത്രയാണ്, R1 ആണ്. ആ R1ൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓഫ്സെറ്റ് ആയിട്ടുള്ള എന്ത് കൊടുക്കും, നമ്മൾ 1000 എന്നുള്ള വാല്യൂ നമ്മൾ ആഡ് ചെയ്യും. ദെൻ വി വിൽ ഗെറ്റ് ദ ഓപ്പറാൻഡ്. നമുക്കപ്പോൾ എന്ത് കിട്ടും, ഓപ്പറാൻഡ് കിട്ടും. ഓക്കെ, സോ ഇതേപോലെ തന്നെ നമുക്ക് പല രീതിയിൽ പറയാം. ഇനി നമുക്ക് ഈ 1000 എന്നുള്ള വാല്യൂ ഡയറക്റ്റായിട്ട് പറയുന്നതിന് പകരം അത് നമുക്കൊരു രജിസ്റ്ററിനകത്ത് വെച്ചിട്ട് നമുക്ക് പറയുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ബേസ് വിത്ത് ഇൻഡെക്സ്. സോ RIയും RJയും ഇങ്ങനെ പാരാന്തസൈസ് ചെയ്ത് കഴിഞ്ഞതിന് മീനിങ് എന്താണ്, എഫക്റ്റീവ് അഡ്രസ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, RIയുടെ വാല്യൂവും RJയുടെ വാല്യൂവും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, എഫക്റ്റീവ് അഡ്രസ്സ് കിട്ടത്തുള്ളൂ. ദ എഫക്റ്റീവ് അഡ്രസ് ഈസ് എ സം ഓഫ് ദ കണ്ടൻസ് ഓഫ് ദ രജിസ്റ്റേഴ്സ് RI ആൻഡ് RJ. ഓക്കെ, അതായത് രണ്ട് വാല്യൂസ് നമ്മൾ എവിടെ പ്ലേസ് ചെയ്തു, ഒരു രജിസ്റ്ററിനകത്ത് പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസ് വിത്ത് ഇൻഡെക്സ് ആൻഡ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ RI RJ ഉണ്ടല്ലോ, RI RJ ഉള്ളതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, X എന്നുള്ള ഒരു പാരാമീറ്റർ, അതായത് ന്യൂമറിക്കൽ വാല്യൂ കൂടെ നമ്മൾ കൊടുക്കും. സോ ഇപ്പോൾ നോക്കിക്കേ, 1000 കൊടുക്കും. ഇപ്പം RIയുടെ കണ്ടൻറ്റ് ഉണ്ട്, ദെൻ RJയുടെ കണ്ടൻറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1000 പ്ലസ് RI പ്ലസ് RJ ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, നമ്മുടെ ഓപ്പറാൻഡിൻ്റെ ലൊക്കേഷൻ കിട്ടത്തുള്ളൂ. ഇങ്ങനെയാണ് നമ്മളുടെ ഇൻസ്ട്രക്ഷൻ ഇരിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ബേസ് വിത്ത് ഇൻഡെക്സ് ആൻഡ് ഓഫ്സെറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിലേറ്റീവ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെയിം ചെയ്ത മെത്തേഡ് തന്നെ, അതായത് XRI എന്നുള്ള ഇൻഡെക്സിങ് ചെയ്തില്ലേ, ആ ഇൻഡെക്സിങ്ങിൽ ഇഫ് യു ആർ യൂസിങ് എ പ്രോഗ്രാം കൗണ്ടർ, ഇപ്പോൾ നമ്മൾ ഒരു രജിസ്റ്ററിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്റർ ഒരു പ്രോഗ്രാം കൗണ്ടർ ആണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് റിലേറ്റീവ് മോഡ്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് മോഡും കൂടി ഉണ്ട്, ഓട്ടോ ഇൻക്രിമെൻറ്റും ഉണ്ട്, ഓട്ടോ ഡിക്രിമെൻറ്റ് മോഡും ഉണ്ട്. ഓക്കെ, ഓട്ടോ ഇൻക്രിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് മോഡും, ഓട്ടോ ഇൻക്രിമെൻറ്റും ഓട്ടോ ഡിക്രിമെൻറ്റ് മോഡും. ഓക്കെ, ഇനി നമുക്ക് ഓട്ടോ ഇൻക്രിമെൻറ്റ് ആണെങ്കിൽ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദ ഓപ്പറാൻഡ് ഈസ് ദ കണ്ടന്റ് ഓഫ് എ രജിസ്റ്റർ സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. അപ്പം നമ്മുടെ ഇൻസ്ട്രക്ഷനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന, നമ്മൾ സാധാരണ ഇൻസ്ട്രക്ഷനകത്ത് ഇപ്പം RI പ്ലസ് എന്നാണ് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യുന്നത്, ഓട്ടോ ഇൻക്രിമെൻറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. RI പ്ലസ് എന്നാണ് നമ്മൾ ഓട്ടോ ഇൻക്രിമെൻറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് അഡ്രസ് എന്തായിരിക്കും, RI ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ രജിസ്റ്ററിൻ്റെ കണ്ടന്റ് ഒന്നും കൂടെ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റ് ചെയ്യും. അതായത് നമ്മൾ ഡേറ്റ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറാൻഡിനെ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ രജിസ്റ്ററിൻ്റെ കണ്ടന്റ് ഇൻക്രിമെൻറ്റ് ചെയ്യും.
+1 ആവും. ഓക്കെ, അതാണ് ഏത് മോഡ് എന്ന് പറയുന്നത്, ഓട്ടോ ഇൻക്രിമെൻറ്റ് മോഡ് എന്ന് പറയുന്നത്. ദ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദ ഓപ്പറാൻഡ് ഇസ് ദ കണ്ടന്റ് ഓഫ് എ രജിസ്റ്റർ സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. ആഫ്റ്റർ ആക്സസിങ് ദ ഓപ്പറാൻഡ് ദ കണ്ടന്റ് ഓഫ് ദിസ് രജിസ്റ്റർ ആർ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റഡ് ടു പോയിന്റ് ടു ദ നെക്സ്റ്റ് ഐറ്റം ഇൻ ദ ലിസ്റ്റ്. അതായത് അടുത്ത ഐറ്റം ഉറപ്പായിട്ടും അതിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ കാണും. ഓക്കെ, ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിനോട്ട് ചെയ്തേക്ക് എങ്ങനെയാണ്, RI+ എന്നാണ്. ഇതൊരു അഡ്രസ്സ് ആയിരിക്കും, ആ അഡ്രസ്സിനോട് നമ്മൾ എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യണം. ഓക്കെ, ഇനി ഓട്ടോ ഡിക്രിമെൻ്റ് ആണെങ്കിൽ ശ്രദ്ധിക്കണം, RI -RI എന്നാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഓട്ടോ ഡിക്രിമെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പറാൻഡിനെ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോ ഡിക്രിമെൻറ്റ് മോഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അഡ്രസ്സിനെ എന്ത് ചെയ്യണം, നമ്മൾ ഡിക്രിമെൻറ്റ് ചെയ്യണം. അതായത് നമ്മുടെ വാല്യൂവിനേക്കാളും ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് 1002-ലാണെങ്കിൽ അവിടുന്ന് ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു അഡ്രസ്സിലേക്ക് എത്തും. ആ അഡ്രസ്സിലായിരിക്കും ആരിയ്ക്കുന്നത്, നമ്മുടെ ഓപ്പറാൻഡ് ഇരിക്കുന്നത്. ദെൻ യൂസ്ഡ് ആസ് ദ എഫക്റ്റീവ് അഡ്രസ്. സോ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, ഫസ്റ്റ് വി വാണ്ട് ടു ഡിക്രിമെൻറ്റ്, എന്താണ് നമ്മളുടെ രജിസ്റ്റർ ലൊക്കേഷൻ ഡിക്രിമെൻറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ലൊക്കേഷനിലായിരിക്കും നമ്മുടെ ഓപ്പറാൻഡ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അതായിരിക്കും നമ്മുടെ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓട്ടോ ഇൻക്രിമെൻറ്റും ഓട്ടോ ഡിക്രിമെൻറ്റും. ഓക്കെ.